ഗുഡ് മോർണിംഗ് കേരളം. ഇനി ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. അവിടെ ഞങ്ങളുടെ പ്രതിനിധി കണ്ണൻ ദേവ് റെഡിയാണ്. കണ്ണൻ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട് എന്നാണ് കരുതുന്നത്. കണ്ണൻ, പാർത്ഥസാരഥിയെ കാണാൻ വലിയ ഭക്തജന തിരക്ക് തന്നെയാണ് അല്ലേ ആറന്മുളയിൽ? അതേമായ പുലർച്ചെ മുതൽ തന്നെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. വലിയ നീണ്ട നിരയാണ് ക്ഷേത്രത്തിൻ്റെ ഇരുവശങ്ങളിലുമായി. വലിയ ക്യൂ തന്നെ രാവിലെ മുതൽ രൂപപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും വിഷുക്കണി ദർശിക്കാനും അതുപോലെ ഭഗവാനെ കണ്ടു തൊഴുതാനുമാണ് എത്തിയിട്ടുള്ളത്. ആറന്മുള ക്ഷേത്രം ഈ പത്തനംതിട്ട ജില്ലയിലെ തന്നെ പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ്. വലിയ ഈ വിഷു നാളിൽ ഏറ്റവും അധികം ആളുകൾ വരുന്ന ഒരു ക്ഷേത്രമാണ്. എല്ലാ ആളുകളും രാവിലെ മുതൽ തന്നെ വീടുകളിൽ ഈ വിഷുക്കണി ഒരുക്കി ആ വിഷുക്കണി ദർശിച്ച ശേഷമാണ് ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. ക്ഷേത്രത്തിലെത്തി ഭഗവാനെ കണ്ടു തൊഴുത് അതുപോലെ ക്ഷേത്രത്തിനുള്ളിലും ഈ വിഷുക്കണി ദർശനം ഒരുക്കിയിട്ടുണ്ട്. അത്തരത്തിൽ ആ വിഷുക്കണി ദർശനവും അതുപോലെ ക്ഷേത്രത്തിന് ഉള്ളിൽ ഭഗവാനെയും കണ്ടു വണങ്ങിയാണ് മടങ്ങുന്നത്. നമുക്കറിയാം, എല്ലാ തവണത്തെയും പോലെ ഇത്തവണയും എല്ലാവരും വളരെ പുലർച്ചെ മുതൽ തന്നെ ഈ ക്ഷേത്രത്തിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. ഈ പത്തനംതിട്ട ജില്ലയിലെ തന്നെ ഒരു പ്രധാന ക്ഷേത്രമാണ് ഈ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം. കേരളത്തിലെ തന്നെ പ്രശസ്തമായ 5 ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറന്മുള ക്ഷേത്രത്തിൽ ഏറ്റവും മുഖ്യ പ്രതിഷ്ഠ ചതുർബാഹുവായ മഹാവിഷ്ണുവിൻ്റെ രൂപത്തിലുള്ളതാണ്. പാർത്ഥസാരഥി ആണെങ്കിലും ശ്രീകൃഷ്ണ പരമാത്മാവ് തന്നെയാണ്. ഈ 6 അടിയിലധികം ഉയരം വരുന്ന ഈ ക്ഷേത്രത്തിലെ വിഗ്രഹമാണ് പ്രധാനമായും ഉള്ളത്. തൻ്റെ ഭക്തനായ അർജുനന് തൻ്റെ വിശ്വരൂപം കാട്ടിക്കൊടുക്കുന്ന സങ്കല്പത്തിലുള്ള പ്രതിഷ്ഠയാണ്. അതുകൊണ്ട് തന്നെ നിരവധി ആളുകളാണ് ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. ഈ വള്ളസദ്യ പോലെ പ്രധാനപ്പെട്ട മറ്റ് ചടങ്ങുകളും നടക്കുന്ന ഒരു ക്ഷേത്രമാണ് ഈ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രമെന്ന് നമുക്കറിയാം. അത്തരത്തിൽ തന്നെയാണ് വിഷുവിനും ഏറെ പ്രത്യേകതകളോടെ ഈ ക്ഷേത്രത്തിലേക്ക് ഭക്തർ എത്തുന്നത്. ഈ മറ്റ് ഉത്സവം, അതായത് വള്ളസദ്യയും വള്ളം കളിയും ഒക്കെ പോലെ തന്നെ ഈ വിഷുവിനും നല്ല തിരക്കാണ് ആറന്മുള ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. ഇന്ന് പുലർച്ചെ മുതൽ തന്നെ വലിയ ഒരു ഭക്തജന തിരക്ക് തന്നെ ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നുണ്ട്. നമുക്കറിയാം, ഈ പുലർച്ചെ മുതൽ എത്തിയതാണ്. വീടുകളിലൊക്കെ ആ ഒരു ദർശനം, അതായത് വിഷുക്കണി ദർശനം നടത്തിയ ശേഷമാണ് അവരൊക്കെ ഇവിടേക്ക് എത്തുന്നത്. ചേട്ടാ, രാവിലെ വിഷുക്കണി ദർശനം നടത്തിയിട്ടാണോ? ആണ്. എല്ലാ പ്രാവശ്യവും എത്താറുണ്ടോ? എത്തും, എല്ലാ വർഷവും. രാവിലെ തൊട്ട് ക്യൂ നിൽക്കുന്നുണ്ട്. ഉണ്ട്. നല്ല തിരക്കുണ്ടോ? ഉണ്ട്. കൃഷ്ണ, ഹാപ്പി വിഷു. ഹാപ്പി വിഷു. എന്താണ് രാവിലെ ഒരു ഭക്തരെ കാണാൻ ഇറങ്ങിയതാ. പിന്നെ എല്ലാവർക്കും ഹാപ്പി വിഷു. പിന്നെ പുലർച്ചെ ഒരുങ്ങി ഇറങ്ങിയതാണോ? പുലർച്ചെ 2 മണിക്ക് ഇറങ്ങിയതാ. രാവിലെ വീട്ടില് വിഷുക്കണി ദർശനമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ട് ഇറങ്ങിയതാ. ഭഗവാനെ കണ്ടുകൊള്ളു? ഇല്ല, തൊഴണം. എങ്ങനെയാ? ഇവിടെ സാധാരണ വള്ളത്തിലാണ് കൃഷ്ണൻ വരാറ്. എങ്ങനെ? ഞാൻ വണ്ടിയിലാണ് വന്നത്. വള്ളത്തെ വരാൻ പറ്റിയില്ല. അതൊരു നിർഭാഗ്യമായി ഞാൻ കൂട്ടുന്നു. ഇവിടെ അടുത്താണോ വീട്? എൻ്റെ വീട് കീക്കിട് വരും. അത്യാവശ്യം ദൂരമുണ്ട്. ഒറ്റയ്ക്കാണോ വന്നേക്കുന്നത്? ഞാൻ അല്ല, എൻ്റെ ചേട്ടന്മാരുണ്ട്, കൂട്ടുകാരുണ്ട്. രാവിലെ എല്ലാവർക്കും വിഷു കണി കൊടുത്തോ? അതോ അല്ല, എല്ലാവർക്കും ആശംസകൾ കൊടുത്തു. എല്ലാവരെയും കണ്ടു. അങ്ങനെ ഇങ്ങനെ വരുന്നു. ഈ വിഷു കൈനീട്ടമൊക്കെ കൊടുത്തു? കൊടുത്തു. എല്ലാവർക്കും കൊടുത്തു. കുഞ്ഞു കുട്ടികളുണ്ടായിരുന്നു. എല്ലാവർക്കും കൊടുത്തു. അതാണ് ആറന്മുള ക്ഷേത്രത്തിലാണ് ഇപ്പോൾ. എന്തായാലും ഈ കൃഷ്ണൻ എല്ലാവരെയും കണ്ട് വളരെ സന്തോഷത്തിൽ എല്ലാവർക്കും കൈ കൊടുത്ത് എല്ലാവർക്കും വിഷു ആശംസകൾ നേർന്ന് കടന്നു പോവുകയാണ്. മായ.